ലക്ഷദ്വീപിനെക്കുറിച്ച് അറിയാത്തവരായി ആരുമില്ല. അവിടെ എത്താൻ കൊതിക്കുന്നവരാണ് നമ്മളിൽ പലരും. ലക്ഷദ്വീപിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കാദ്യം ഓർമ്മ വരുന്നത് അവിടുത്തെ ആ പച്ചക്കടലാണ്. അതെ, ആ പച്ചക്കടൽ. പക്ഷേ അതിനേക്കാളും മനോഹരമാണ് ആ പച്ചക്കടലിൻ്റെ ഉൾഭാഗം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കടലിനടിയിലെ കാഴ്ചകളെപ്പറ്റിയും അതുപോലെ തന്നെ സ്കൂബ ഡൈവിങ്ങിനെ പറ്റിയുമാണ്. ഹായ് ഗൈസ്, ഐ ആം മുസാഫിർ. വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ കാണുന്നത് അഗത്തിയിലെ അന്താൻ ബീച്ചാണ്. ക്യാമറ കണ്ണുകളിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് നേരിട്ട് കാണാൻ. നാട്ടുകാരനും കൂട്ടുകാരനുമായ അഷ്റഫ് കല്ലുമ്മക്കായ അവനാണ് ഞങ്ങൾക്ക് അഗത്തി ദ്വീപിലെ അമ്മാത്തി സ്കൂബ ഡൈവിങ്ങിനെ പറ്റി പരിചയപ്പെടുത്തി തന്നത്. നേരത്തെ കടമത്ത് ദ്വീപിൽ ചെന്നപ്പോൾ സ്കൂബ ഞങ്ങൾ ചെയ്തിരുന്നു. ആ ഡൈവിംഗ് ആയിരുന്നു ഞങ്ങളെ രണ്ടാമത്തെ ഡൈവിന് പ്രേരിപ്പിച്ചത്. രാവിലെ 10:30 എത്താൻ വേണ്ടി പറഞ്ഞതാണ്. നേരത്തെ എത്തിയത് കാരണം അന്താൻ ബീച്ചിൻ്റെ കുറച്ച് നല്ല ഷോട്ട് എടുക്കാൻ സാധിച്ചു. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വെള്ളം പോലെ തെളിഞ്ഞതാണ് ഇവരുടെ മനസ്സും. ഇവരുടെ ആതിഥ്യ മര്യാദയെക്കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റിൻ്റെ കുറവും ഇല്ല. ഒഴിഞ്ഞ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഒന്ന് കയറാൻ തോന്നി. ഡൈവിന് ബുക്ക് ചെയ്തവരൊക്കെ എത്തി. ഞങ്ങളും അവിടേക്ക് നീങ്ങി. അവിടെ വെച്ച് സ്കൂബ ട്രെയിനർ ഡൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നു. 8 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു ഞങ്ങളുടേത്. അതിൽ പ്രായമുള്ളവരും കുട്ടികളും ഉണ്ടായിരുന്നു. എല്ലാവരും ട്രെയിനറുടെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും ബോട്ടിൽ കയറിയതിനു ശേഷവും ട്രെയിനർ സ്കൂബ സിലിണ്ടറിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറഞ്ഞു തന്നു. സിഗ്നൽസിനെ കുറിച്ചും പറഞ്ഞു തന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടു നിൽക്കാൻ. തെളിഞ്ഞ കടലിലൂടെ ബോട്ട് നീങ്ങി പോകുന്നതിനിടെ തെളിഞ്ഞ വെള്ളം ആയതുകൊണ്ട് തന്നെ അടിഭാഗം കാണുന്നുണ്ടായിരുന്നു. പവിഴപ്പുറ്റുകളെയും മറ്റു കടലിലെ അത്ഭുതങ്ങളെയും കാണിക്കാൻ വേണ്ടി ഞങ്ങളെയും കൊണ്ട് ബോട്ട് കുതിച്ചു. എല്ലാവരും ഇറങ്ങി. അവസാനമാണ് ഞങ്ങൾ ഇറങ്ങിയത്. ബോട്ടിൽ 5ഓളം ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. ബോട്ടിൽ നിന്നും തന്നെ ട്രെയിനറായ ഉമറിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. എനിക്ക് ട്രെയിനറായി കിട്ടിയതും ഉമറിനെ തന്നെയായിരുന്നു. ഉമർ എന്നെയും കൊണ്ട് കടലിനടിയിൽ കൊണ്ടുപോയി. ഏകദേശം 7-8 മീറ്റർ താഴ്ചയിലാണ് പോയത്. മൂക്ക് കൊണ്ട് ശ്വാസമെടുക്കാൻ പാടില്ല. വായ കൊണ്ട് തന്നെ ശ്വാസമെടുക്കലും വിടലുമൊക്കെ നടക്കണം. വെള്ളത്തിനടിയിൽ പ്രഷർ ഉണ്ടെന്ന് ട്രെയിനിങ് ടൈമിൽ പറഞ്ഞിരുന്നു. വെള്ളത്തിനടിയിൽ അത് അനുഭവപ്പെട്ടുവെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. ഉമർ എന്നെയും എടുത്ത് ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി. വെള്ളത്തിനടിയിൽ ഞാനും ട്രാവൽ മേറ്റായ ഷൗക്കവും കണ്ടുമുട്ടി. അവിടെ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിച്ചു. ഞങ്ങളുടെ കൂടെ തന്നെ അമ്മാത്തി സ്കൂബ ഡൈവിങ്ങിലെ ക്യാമറമാൻ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് ഈ കാണുന്ന വീഡിയോ എടുത്തു തന്നതും. പിന്നാലെ സിലിണ്ടറും എടുത്ത് അഷ്റഫും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. ഒരുമിച്ച് ഫോട്ടോക്ക് പോസ് ചെയ്തു. ട്രെയിനറായ ഉമർ വ്യത്യസ്തമാർന്ന പവിഴപ്പുറ്റുകളെ കാണിച്ചു തന്നു. വേദനിപ്പിക്കാതെ അതിനെ തൊടാനുമുള്ള അനുവാദവും തന്നു. അതിൽ ചില പവിഴപ്പുറ്റുകൾ പാറയേക്കാളും സ്ട്രോങ് ആയിരുന്നു. എന്നാൽ മറ്റു ചിലതാകട്ടെ ചെറിയ കുഞ്ഞുമക്കളുടെ കവിൾ തടവും പോലെ തോന്നി. ഈ കാണുന്നത് ഹണിമൂണാണ്. കല്യാണം കഴിഞ്ഞുള്ള ട്രിപ്പല്ല. ഈ കാണുന്ന ഒരു തരം ചെടിയുടെ പേരാണ് ഹണിമൂൺ. അതിനെ തൊടാൻ നല്ല രസമുണ്ടായിരുന്നു. അനങ്ങുന്ന വെള്ളത്തിൽ അതിങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു.
ഈ കാഴ്ചകളെക്കാളും മനോഹരമായിരുന്നു കൺമുന്നിലൂടെ മത്സ്യങ്ങൾ നീന്തുന്നത്. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള മീനുകളെ കാണാൻ സാധിച്ചു. ഓരോ കോറൽസിൻ്റെ സൈഡിലും വ്യത്യസ്തമാർന്ന മീനുകളുണ്ടായിരുന്നു. മീനുകളും ഞങ്ങളും ഒന്നിച്ചു നീന്തി. ചില മീനുകൾ ഞങ്ങളുടെ കൈകളും കാലുകളും കൊത്തി വൃത്തിയാക്കി തന്നു. ഞങ്ങൾ ഏകദേശം അരമണിക്കൂറോളം വെള്ളത്തിനടിയിൽ ചെലവഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു അവിടെ നീന്തി കളിക്കാൻ. ലക്ഷദ്വീപിൽ യാത്ര പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് സ്കൂബ ഡൈവിംഗ്. തീർച്ചയായും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കടലിനടിയിലെ അത്ഭുത കാഴ്ചകൾ കണ്ട് രസിക്കാൻ ഇതിനേക്കാൾ വലിയൊരു അവസരം നമുക്ക് കിട്ടാനില്ല. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.